നമസ്കാരം. റേക്കി കുണ്ടലിനി പ്രാക്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയെന്നാണ്. കുണ്ടലിനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഐസ് ക്ലോസ്ഡ്, ഡീപ് ബ്രീത്ത്, എൻ്റയർ ബോഡി റിലാക്സ്, ഹെഡ് ടു ടോയ്സ്, തല മുതൽ പാദം വരെ അയച്ചെടുക്കുക ശരീരം. സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ ഓർ ലേ ഡൗൺ. കസേരയിൽ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാം. ഡീപ് ബ്രീത്ത് 12. എക്സ്ഹേൽ. ശ്വസിക്കുമ്പോൾ ശുദ്ധമായ വൈറ്റ് മിസ്റ്റിനെ ശ്വസിച്ചെടുക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ബോഡിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം പുറത്തു പോകുന്നതായിട്ട് അനുമാനിക്കുക. 11. ഡീപ് ബ്രീത്ത്. ശ്വാസം പുറത്ത് വിടുക. 10. ഡീപ് ബ്രീത്ത്. ശ്വാസം പുറത്ത് വിടുക. 9. ഡീപ് ബ്രീത്ത്. സാവകാശം ശ്വാസം പുറത്ത് വിടുക. 8. ശ്വാസം അകത്ത് നിർത്തുക. സാവകാശം പുറത്ത് വിടുക. 7. ശ്വാസം എടുക്കുക. ഉള്ളിൽ നിർത്തുക. വാ തുറന്ന് പുറത്ത് വിടുക. 6. ശ്വാസം എടുക്കുക. നിർത്തുക. വാ തുറന്ന് പുറത്ത് വിടുക. 5. ഡീപ് ബ്രീത്ത്. ശ്വാസം പുറത്ത് വിടുക. 4. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്ത് വിടുക. 3. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്ത് വിടുക. 2. ദീർഘമായി ശ്വാസം എടുക്കുക. ഉള്ളിൽ നിർത്തുക. പുറത്ത് വിടുക. 1. ഡീപ് ബ്രീത്ത്. ഉള്ളിൽ നിർത്തുക. വാ തുറന്ന് പുറത്ത് വിടുക. റേക്കി നോട്ട് ചെയ്യുക. ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. റേക്കി ഫോർ ബീങ് ഹിയർ. മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. സഹസ്രാരത്തിൽ റേക്കി പ്രവേശിച്ചു കഴിയുമ്പോൾ അതിനെ ഒരു ടെന്നീസ് ബോളിൻ്റെ വലിപ്പത്തിൽ അതിനെ കാണുക. സഹസ്രാരത്തിൽ അത് ചുറ്റി പ്രദക്ഷിണമായി അത് കറങ്ങാൻ തുടങ്ങുന്നു. അതിനെ ടെന്നീസ് ബോൾ വലിപ്പത്തിലുള്ള കറുപ്പ് വെളുപ്പ് ഇടകലർന്ന നിറത്തിൽ ടെന്നീസ് ബോൾ വിഷ്വലൈസ് ചെയ്യുക, സങ്കല്പിക്കുക. സഹസ്രാരവുമായി ബന്ധപ്പെട്ട കണ്ണിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, സക്ക് ചെയ്യുന്നു. വലത്തെ കണ്ണിലെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കാഴ്ച പരിമിതികളെ പരിഹരിക്കുന്നു. ഹൈപ്പോതലാമസ് ആക്ടിവൈസ് ആകുന്നു. ഹോർമോൺ സെക്രേഷൻ സംഭവിക്കുന്നു. പീനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നു. ബ്രെയിൻ ഓറിയൻറ്റേഷൻ സജീവമാകുന്നു. ഒരു വാഷിംഗ് ബ്രെയിനിൽ സംഭവിക്കുന്നു. റിൻസ്. ദെൻ ഡിസെൻഡ് ദി ടെന്നീസ് ബോൾ. മെല്ലെ താഴേക്ക് ആജ്ഞാചക്രത്തിലേക്ക് ഇറങ്ങുന്നതായി കാണുക. കടും നീല നിറത്തിലുള്ള ആജ്ഞാചക്രത്തിൻ്റെ വലത് ഭാഗത്തെ തളത്തിലും നടുവിലും ഇടത് ഭാഗത്തും അത് നിൽക്കുന്നു. അതിങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നു. ചിന്താപരമായിട്ടുള്ള തകരാറുകൾ, ശിരോരോഗങ്ങൾ എല്ലാം തന്നെ ടെന്നീസ് ബോൾ സക്ക് ചെയ്യുന്നു. ദളങ്ങൾ പുഷ്ടിപ്പെടുന്നു, വിരിയുന്നു.
ആജ്ഞാചക്രത്തിൻ്റെ ദളങ്ങൾ വികസിക്കുന്നു. ഡീപ് ബ്രീത്ത്. ശ്വാസം പുറത്തു വിടുന്നു. ടെന്നീസ് ബോൾ വിശുദ്ധി ചക്രത്തിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നു, താഴ്ന്നു വരുന്നു. കഴുത്തിലെ 16 ദളങ്ങൾ ഇളം നീല നിറത്തിൽ പ്രദക്ഷിണമായി കറങ്ങുന്നു. ടെന്നീസ് ബോൾ ഓരോ ദളങ്ങളിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഈസോഫാഗസ്, ട്രക്കിയ എന്നീ ഭാഗങ്ങളിലെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. തൈമസ് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ആക്ടിവൈസ് ചെയ്യുന്നു. ഹോർമോൺ സെക്രേഷൻ സുഗമമാകുന്നു. പിറ്റ്യൂട്ടറി പിനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്ത് ഹോർമോൺ ദ്രുതഗതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ആജ്ഞയുടെയും വിശുദ്ധിയുടെയും പ്രവർത്തന ഫലമായി പിറ്റ്യൂട്ടറി പിനിയൽ ഗ്ലാൻഡുകൾ സക്രിയമാകുന്നു. വിശുദ്ധിയിലെ തൈമസ് തൈറോയ്ഡ് ഗ്ലാൻഡുകൾ സക്രിയമാകുന്നു. ഡീപ് ബ്രീത്ത്. ഹൃദയചക്രത്തിലേക്ക് ഇറങ്ങുന്നു. പച്ച നിറത്തിൽ ദളങ്ങളിലൂടെ അത് പ്രദക്ഷിണമായി ചുറ്റിക്കറങ്ങാൻ തുടങ്ങുന്നു. ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് തുറക്കുന്നു. ഹൃദയത്തിലെ തകരാറുകൾ, വാൽവുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നു. രക്തചംക്രമണ വ്യവസ്ഥ, രക്തത്തിലെ ദൂഷ്യങ്ങൾ പരിഹരിക്കുന്നു. രക്ത ഓട്ടം ദ്രുതഗതിയിലാകുന്നു. പ്രഷർ നോർമലാകുന്നു. രക്തസമ്മർദ്ദം കുറയുന്നു. എല്ലാ ബ്ലഡ് വെസൽസും ഓപ്പണിംഗ് ആവുന്നു. ശുദ്ധരക്തവും അശുദ്ധരക്തവും വേർതിരിക്കുന്ന അറകൾ നവോന്മേഷത്തോടു കൂടി റിജ്യൂവിനേറ്റ് ചെയ്ത് പുതിയതാകുന്നു. 2 കൈകൾ സജീവമാകുന്നു. കൈകളുടെ ക്ഷീണം മാറുന്നു. അതിങ്ങനെ പുതിയ ചെടി മുളച്ചു വരുന്നത് പോലെ 2 കൈകൾ, അതിൽ 10 വിരലുകൾ 2 കൈപ്പത്തികളിലും കൂടി അതിങ്ങനെ പുഷ്ടിപ്പെട്ടു വരുന്നു. ഇനിമേൽ ടെന്നീസ് ബോൾ മണിപൂരകത്തിലേക്ക് താഴ്ന്നു വരുന്നു. മഞ്ഞ നിറം എല്ലാ ദളങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നു. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശക്തിഹീനത ഇവയെല്ലാം ഈ ടെന്നീസ് ബോൾ സക്ക് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. ഡീപ് ബ്രീത്ത്. ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ടെന്നീസ് ബോൾ മെല്ലെ സ്വാധിഷ്ഠാനത്തിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നു, താഴ്ന്നു വരുന്നു. ഡീപ് ബ്രീത്ത്. ടെന്നീസ് ബോൾ പ്രത്യുൽപാദന അവയവങ്ങളിലെ തകരാറുകൾ പരിഹരിക്കുന്നു. എല്ലാ ഓർഗാൻസിനെയും ഉത്തേജിപ്പിക്കുന്നു. എല്ലാ ഓർഗാൻസിൻ്റെയും ഓർഗാനിക് ഹെഡാണ് ശരിക്ക് സ്വാധിഷ്ഠാന ചക്രം. എല്ലാ ഓർഗാൻസിലേക്കും പ്രാണനെ എത്തിക്കുന്നു ശരീരത്തിൽ. ഇനി ടെന്നീസ് ബോൾ മെല്ലെ മൂലാധാരത്തിലേക്ക് താഴുന്നതായി സങ്കല്പിക്കുക. ചുവപ്പ് നിറം 4 ദളങ്ങൾ, ലംബീജമന്ത്രം. ഓം ലം നമ. ചുവപ്പ് കൂടി അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചുവപ്പ്. ലോക്കോമോട്ടീവ് സിസ്റ്റം, ചലന വ്യവസ്ഥ, അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. കുണ്ടലിനി ആരോഹണം, കുണ്ടലിനി ജാഗരണം. അവരോഹിതമായിരുന്ന കുണ്ടലിനി മൂലാധാരത്തിൽ ഇട, പിംഗള, സുഷുമ്ന 3 നാഡികൾ, നട്ടെല്ലിൻ്റെ മധ്യഭാഗത്തുള്ള ആ സുഷുമ്ന നാഡിയിലേക്ക് ടെന്നീസ് ബോൾ മെല്ലെ പ്രവേശിക്കുന്നു. ഡീപ് ബ്രീത്ത്. ദീർഘമായി ശ്വാസമെടുക്കുക, വീണ്ടും ദീർഘമായി ശ്വാസമെടുക്കുക, വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കുക. വയറിൽ നിർത്തുക. തുറന്നു വിടുക, വാ തുറന്ന്. ടെന്നീസ് ബോൾ മെല്ലെ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്തുള്ള ഉള്ളിലുള്ള സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഉയരുന്നു. ടെന്നീസ് ബോൾ അത് ചലിക്കുന്നത് മനസ്സിലാക്കുക. ഓം ലം. മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് കയറി
ഓം വം നമ കുണ്ടലിനി ആരോഹണം. സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഓം രം നമ കുണ്ടലിനി ആരോഹണം. അത് അനാഹതത്തിലേക്ക് ഉയർന്നു പോകുന്നു. ഓം യം നമ കുണ്ടലിനി ആരോഹണം. അനാഹതത്തിൽ മൂലാധാരത്തിൽ നിന്ന് അഴിഞ്ഞു വന്നിട്ടുള്ള കുണ്ടലിനി ബാണലിംഗം, ഇടയ്ക്കലിംഗം, ധ്രുവമലിംഗം 3 ലിംഗശരീരങ്ങളാണ്. ഇതിൽ ബാണലിംഗം അനാഹതത്തിൽ അപ്രദക്ഷിണമായി ചുറ്റിത്തിരിയാൻ തുടങ്ങുന്നു, കറങ്ങുന്നു. അതിങ്ങനെ പ്രദക്ഷിണമായി കറങ്ങുമ്പോൾ അനാഹതത്തിൻ്റെ 1, 8, 11, 1 ദളങ്ങളിൽ നിലയുറപ്പിക്കുമ്പോൾ നിങ്ങളിൽ സിദ്ധി കൈവരിക്കപ്പെടും. വൃദ്ധികളും വൃദ്ധികളും അഷ്ടൈശ്വര്യ സിദ്ധികളിൽ നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. വിശുദ്ധിയിലേക്ക് അത് ഉയർന്നു പോകുന്നു. ടെന്നീസ് ബോൾ. വീണ്ടും ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നട്ടെല്ല് നിവരെ നിർത്തുക. എപ്പോഴും എല്ലായ്പ്പോഴും നിവർന്നിരിക്കുന്ന നട്ടെല്ല് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നിവർന്ന നട്ടെല്ല്, ആരോഗ്യമുള്ള നട്ടെല്ലുണ്ടെങ്കിൽ മാത്രമാണ് യങ്ങായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. നിവർന്നിരിക്കുന്ന നട്ടെല്ലും ആരോഗ്യമുള്ള നട്ടെല്ലും ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലായ്പ്പോഴും നിത്യ യൗവനത്തോടെ കഴിയണമെങ്കിൽ അത് വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നട്ടെല്ലാണ്, മേരു. വിശുദ്ധിയിൽ നിന്ന് മെല്ലെ വീണ്ടും ശ്വാസമെടുക്കുക. തലയുടെ പിൻഭാഗത്ത് ബാക്ക് ഹെഡ്, ഒസിഫിറ്റൽ ലോബ്, തലച്ചോറ്, നട്ടെല്ലിൻ്റെ അഗ്രവും കൂടി ഘടിപ്പിക്കുന്ന കടിപ്രദേശം. അവിടെ കടും നീല നിറത്തിൽ ടെന്നീസ് ബോൾ. അതിങ്ങനെ ഒരു സർപ്പൻ പവറായിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ പത്തി വിടർത്തിയിരിക്കുന്നത് പോലെ നീലപ്രകാശത്തിൽ കാണുക, കടും നീല നിറത്തിൽ കാണുക. ഡീപ്പ് ബ്രീത്ത്. 12 പ്രാവശ്യം വീണ്ടും ശ്വാസമെടുക്കുക. ജെനിറ്റൽ ഏരിയ കടും നീല നിറത്തിൽ കാണുക. മൂലാധാര പ്രദേശത്തെയും കടും നീല നിറത്തിൽ കാണുക. കുറച്ച് സമയം തലയിൽ ശക്തി വന്ന് നിറയുന്നതിൻ്റെ ആ ഫീലിങ്സ് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ശ്വസിക്കുമ്പോൾ ശുദ്ധമായ വൈറ്റ് മിസ്റ്റിനെ ശ്വസിച്ചെടുക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഉള്ളിലുള്ള ഗട്ട് ഫീലിങ്സ്, ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷൻസ്, ഗട്ട് ഫീലിങ്സ്, നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോയതായിട്ട് കാണുക. ശരീരത്തെ റേഡിയൻറ്റ്, വൈബ്രൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ആയ ഒരു ഗ്ലാസ് ബോഡിയായി കാണുക, സങ്കല്പിക്കുക. റേക്കിയോട് നന്ദി പറയുക. റേക്കി പരമ്പരയോട് നന്ദി പറയുക. ഗീവ് താങ്ക്സ് ഓൾ ദി റേക്കി മാസ്റ്റേഴ്സ്, ഏഞ്ചലിറ്റിക് ഫോഴ്സ്, ആർക്കേഞ്ചൽസ് ആൻഡ് ഓൾ ഡെയിറ്റീസ്. ഓർ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യവന്ദ്യന്ത വന്ദേ ഗുരു പരമ്പര. കൈകൾ മെല്ലെ തിരുമ്പും. ഇത്രയും നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് റേക്കി എന്ന് സങ്കല്പിച്ച് കഴിയുമ്പോൾ തന്നെ റേക്കി നിങ്ങളിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ ഒരു രോഗിയെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ രോഗം സുഖപ്പെടും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് സാധകർ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ്, ലൈറ്റ് ഓഫ് റേക്കി.